വിശേഷം? മിസ്സിന്റെ 2ാം ക്ലാസ്സിലെ മിടുക്കന്മാരൊക്കെ ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ 1ാം ക്ലാസ്സിൽ നിങ്ങൾ ഇതേപോലെ ആദ്യമായിട്ട് സ്കൂളിൽ പോയത് ഓർക്കുന്നില്ലേ? ഉണ്ടല്ലേ? ഇപ്പൊ നിങ്ങള് വലിയ കുട്ടികളായല്ലേ, 2ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും സ്കൂളിൽ പോകുമ്പോഴേ നിങ്ങളുടെ കൊച്ചനുജന്മാരെയും അനുജിത്തിമാരെയും ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഇനി മുതൽ എന്റെ മക്കൾ എല്ലാവരും അല്ലേ 2ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അടിപൊളിയായിട്ടല്ലേ ഇനി ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകാൻ വേണ്ടിയിട്ട് സൈലത്തിലെ എല്ലാ ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഒന്ന് പറഞ്ഞു തരട്ടെ. അപ്പൊ പുതിയൊരു കൊല്ലാണല്ലേ, അപ്പൊ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ ടീച്ചർക്ക് മക്കളോട് ആദ്യം പറയാനുള്ളത്, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാ ഈ കുറച്ച് കാര്യങ്ങള്? ടീച്ചർ പറയട്ടെ. ഈ വീഡിയോ കാണുന്ന സമയത്ത് അല്ലേ ചിലപ്പോ കുറേ രക്ഷിതാക്കളും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും അല്ലേ? അപ്പൊ ഉറപ്പായിട്ടും നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും അല്ലെ ABCD കൃത്യമായിട്ട് അല്ലെ ABCD കൃത്യമായിട്ട് എഴുതാനും വായിക്കാനും ഒക്കെ കഴിയുന്നുണ്ട് എന്ന് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ഒന്ന് ഉറപ്പുവരുത്തണം അല്ലെ? അപ്പൊ നിങ്ങൾ പറയും, മിസ് ഇതൊക്കെ ഞങ്ങൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിച്ചതാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാന്നല്ലേ? അറിയായിരിക്കും അല്ലെ? പക്ഷെ ആർക്കെങ്കിലും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അല്ലെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് പഠിക്കേണ്ടതുണ്ട്. പിന്നെ ചില മക്കൾക്കെങ്കിലും അല്ലെ കോപ്പി എഴുതുന്ന ശീലം ഉണ്ടാവും അല്ലെ? അപ്പൊ രക്ഷിതാക്കളും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അപ്പൊ അവർക്ക് പുതുതായിട്ട് കോപ്പി എഴുതാനുള്ള ഒരു ശീലം നിങ്ങൾ എന്ത് ചെയ്യുക? ഉണ്ടാക്കിയെടുക്കുക. അത് ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പല മക്കൾക്കും വലിയ ക്ലാസ്സുകളിലായി കഴിഞ്ഞാലുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പൊ ഈ കോപ്പി എഴുതുന്ന ശീലം മക്കളിൽ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ രക്ഷിതാക്കളും കൂടെ ഒന്ന് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഇനി 3ാമത്തെ കാര്യം മിസ്സിന് പറയാനുള്ളത് എണ്ണാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് എണ്ണാൻ അറിയാം എന്നുള്ളത് ഒന്ന് എന്ത് ചെയ്യുക? ഉറപ്പ് വരുത്തുക. ഒരു എത്ര വരെ എണ്ണാൻ നിങ്ങൾക്ക് അറിയായിരിക്കും? 100 വരെ എണ്ണാൻ അറിയാമോ? എങ്കിൽ വളരെ നല്ലതല്ലേ. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും അല്ലെ ഒരു 50 വരെയോ 100 വരെയോ ഒക്കെ എന്തായാലും എണ്ണാനൊന്ന് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അതും നമുക്ക് എന്ത് ചെയ്യണം? നല്ല ആവശ്യമുള്ള കാര്യമാണ് അല്ലെ? യെസ്. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ബുക്കൊക്കെ കിട്ടുന്നുണ്ടാവും അല്ലെ? അപ്പൊ നോട്ട്ബുക്കുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കവറൊക്കെ ചെയ്ത് നെയിം സ്ലിപ്പ് ഒക്കെ ഒട്ടിച്ചിട്ട് വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട അല്ലെ, എന്തായാലും സ്കൂളിൽ പോകുമ്പോ ഇനി നിങ്ങൾക്ക് കഥ പറയാനുണ്ടാവും, പാട്ട് പാടാനുണ്ടാവും അല്ലെ? അപ്പൊ ഒരു അടിപൊളിയായിട്ടുള്ള പാട്ടൊക്കെ എല്ലാ കൂട്ടുകാരും പഠിച്ചു വെച്ചോ. അതേപോലെ അല്ലെ ഒരു കഥയും നിങ്ങൾ എന്ത് ചെയ്തോളൂ? പഠിച്ചു വെച്ചോളൂ അല്ലെ? അപ്പൊ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഏതെങ്കിലും ഒരു കഥ അവരെ കൊണ്ട് ഒന്ന് ആദ്യം നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ശേഷം അവർക്ക് ഇത് തിരിച്ച് അവരുടേതായ ഭാഷയിൽ അല്ലെ ഒന്ന് പറഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് ട്രെയിൻ ചെയ്യുക. അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ. അപ്പൊ ഇങ്ങനത്തെ കുട്ടി കുട്ടി ആക്ടിവിറ്റീസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? 2ാം ക്ലാസ് ഉഷാറായിട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അല്ലെ ഒന്നിച്ചൊരുങ്ങാം.